ഇന്നത്തെ പ്രത്യേകത ഉണക്കക്കപ്പ വേവിച്ചിരുന്ന ഇന്നലെ വൈകിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ. അത് സ്വല്പം ബാലൻസ് ഇരുന്ന എടുത്ത് പുറത്തല്ല അകത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അതിപ്പോൾ ചൂടാക്കി എടുത്തു. ഭയങ്കര ചൂടാ. അത് ഞാൻ ചെയ്യാൻ പോണതേ വെളാമിയും പറ്റിച്ച് വെച്ചിരുന്ന ചട്ടി തീർന്നു. ഉച്ചത്തോടു കൂടി മീൻ തീർന്നു. ഇന്ന് വൈകിട്ട് സാമ്പാറും പപ്പടം കാച്ചണം, പിന്നെ വൻപയർ മെഴുക്കുവരട്ടി ഇരിപ്പുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ പിക്കിളുണ്ട്. അത്രേ ഉള്ളൂ. നോൺ വെജ് ഇല്ല ഉച്ചയ്ക്ക്. വൈകിട്ട് ദേ നല്ല ചൂടാ. കൈയിട്ടാണ് ശരിക്കത് റെഡിയാക്കേണ്ടത്. പക്ഷെ നല്ല ചൂടുണ്ട്. അതുകൊണ്ട് ഞാൻ സ്പൂണും കണ്ട ഇളക്കണം കേട്ടോ. കൈയിട്ട് ഇളക്കിയാൽ ശരിക്കും അതിൻ്റെ ഇതൊക്കെ കിട്ടും. നോക്കട്ടെ കേട്ടോ. ചൂടുണ്ടതാ. മീൻ ചട്ടിയില് ചോറ് മാത്രമല്ല, അതെ, ഉണക്കക്കപ്പയും തൂത്തുവാരാം തെളിയിച്ചിരിക്കുകയാണ് അമ്മ. പച്ചക്കപ്പയും തൂത്തുവാരാം. പച്ചക്കപ്പ വേവിച്ചത് പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട് ഉണക്കക്കപ്പ റെസിപ്പി. നമ്മൾ പലതവണ ചെയ്തിട്ടുണ്ട്. ട്രഡീഷണൽ കേരള റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട് കേട്ടോ. അതെ. വേപ്പിലേടെ അതങ്ങ് മാറ്റിട്ടോ. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈകുന്നേരം വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കി വെക്കും. അപ്പൊ പിന്നെ അതിന്റെ റെസിപ്പി പകലെടുക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. ഇപ്പൊ എടുക്കണ വീഡിയോ എടുക്കുമ്പോ അതിന്റെ റെസിപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇപ്പൊ പറഞ്ഞ പോലെ പ്ലേലിസ്റ്റിൽ ഏതാന്ന് വെച്ചാൽ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവള് പറഞ്ഞു തരും. അതിൽ ഉണ്ടാകും. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. അപ്പൊ അത് എടുക്കുക. ഇത് ആർക്കാ കഴിക്കാൻ? എനിക്ക് വേണ്ട. മീൻ ചട്ടിയിൽ തൂത്തത് വയറ് ശരിയാവൂല. കഴിച്ചോ. നിനക്ക കഴിച്ചു. അമ്പടി ഇത്രേ ഉള്ളൂ. ഇത് മതിയല്ലോ. മതി, ധാരാളം. ഉണക്കക്കപ്പ ശരിക്കും കുതിരൂന്നാ പറയണത്. അതധികം കഴിക്കരുത്, പ്രത്യേകിച്ച് വൈകിട്ട് സമയത്ത്. അങ്ങനെ നമ്മളൊരു ഇച്ചിരി എടുക്കുവാണ്. പലരും ഇത് കൈ കൊണ്ട് കഴിക്കുന്നവരുണ്ട്. നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ സ്പൂൺ കൊണ്ട് കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. എനിക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് അതാണ്. കാരണം ഞാൻ ഈ ക്യാമറയും ഫോണും ലൈറ്റും എല്ലാം പിടിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് കൈവച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, എനിക്ക് കുറച്ചുകൂടി ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ സ്പൂൺ വെച്ച് കഴിക്കാനാണ് ഇഷ്ടം. അതാ കൂടുതൽ സൗകര്യം. ശീലിച്ചോണ്ടാണ് കേട്ടോ. അപ്പ ഇങ്ങനെ കഴിക്കണോണ്ടേ അതെ, അങ്ങനെ അങ്ങ് ശീലിച്ചു. അത്രേ ഉള്ളൂ കാര്യം. ഇത് കണ്ട കൊതി വന്ന എല്ലാവർക്കുമായി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മീൻ കഷ്ണം ഇല്ല, ചട്ടി തൂത്ത. അടിപൊളി.